أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين صدق الله العظيم സൂറത്തുൽ ബഖറ 94 മുതലുള്ള ആയത്തുകളാണ്. അവരോട് പറയുക, അള്ളാഹുവിങ്കലുള്ള പാരത്രിക ഭവനം അഥവാ സ്വർഗം മറ്റുള്ളവർക്കൊന്നും ലഭിക്കാതെ നിങ്ങൾക്ക് മാത്രമുള്ളതാണെങ്കിൽ നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ ആ വിശ്വാസത്തിൽ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ വലൻ യതമന്നൗഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം വല്ലാഹു അലീമും ബിദ്ദാലിമീൻ. അവരൊരിക്കലും അത് ആഗ്രഹിക്കുകയില്ല, അവരുടെ കൈകളുടെ പ്രവർത്തനങ്ങൾ നിമിത്തം. ഈ അക്രമികളെ നന്നായി അറിയുന്നവനാണ് അള്ളാഹു. വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്തിൻ വമിനല്ലദീന അശ്റകൂ യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സനത്തിൻ വമാ ഹുവ ബിമുസഹ്സിഹിഹി മിനൽ അദാബി അൻ യുഅമ്മർ വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ. മറ്റുള്ള ജനങ്ങളെക്കാൾ ജീവിക്കാൻ അത്യാർത്തിയുള്ളവരായി നിനക്കവരെ കാണാം. ഇക്കാര്യത്തിൽ മുശ്രിക്കുകളെക്കാളും മുന്നിലാണവർ. എങ്ങനെയെങ്കിലും 1000 വർഷമെങ്കിലും ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് അവരിൽ ഓരോരുത്തരും ആശിക്കുന്നത്. എന്നാൽ ആയുർദൈർഘ്യം അവരെ ശിക്ഷയിൽ നിന്ന് അല്പം പോലും അകറ്റുകയില്ല. അള്ളാഹു അവരുടെ ചെയ്തികളൊക്കെയും നന്നായി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേല്യരുടെ ജീവിതത്തോടുള്ള മനോഭാവം എങ്ങനെയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഈ ആയത്തുകളിൽ. പരലോകത്ത് മരിച്ചു എന്നാൽ സ്വർഗം അവർക്കായി സംവരണം ചെയ്തു വച്ചിരിക്കുകയാണ് എന്നാണ് അവരുടെ വാദം. കാരണം ഞങ്ങളിൽ ഒട്ടനേകം പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്, വേദത്തിൻ്റെ ആളുകളാണ് ഞങ്ങൾ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടഭാജനങ്ങളാണ് ഞങ്ങൾ, സ്വർഗരാജ്യം ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അവരുടെ ആ വാദത്തിലും വിശ്വാസത്തിലും വല്ല കഴമ്പുമുണ്ടെങ്കിൽ അവരെത്രയും വേഗം മരിക്കാനാണല്ലോ ആഗ്രഹിക്കേണ്ടത്. എന്നാൽ ഇവർക്കാകട്ടെ മരണത്തെ ഭയങ്കര ഭയമാണ്. ചുരുങ്ങിയത് 1000 വർഷമെങ്കിലും ഈ ദുനിയാവിൽ ജീവിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണവർ. കാരണം അതിനു മാത്രം ഭൗതികതയുടെയും ദുനിയാവിൻ്റെയും അടിമകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവർ. സൂറത്തുൽ ജുമഅയിൽ അള്ളാഹു അവരോട് ചോദിക്കുന്നുണ്ട്, ഖുൽ യാ അയ്യുഹല്ലദീന ഹാദു ഇൻ സഅംതും അന്നക്കും ഔലിയാഉ ലില്ലാഹി മിൻ ദൂനിന്നാസി ഫതമന്നവുൽ മൗത ഇൻ കുന്തും സ്വാദിഖീൻ. അവരോട് പറയുക, അല്ലയോ ജൂതന്മാരെ, മറ്റ് ജനങ്ങളെക്കാളെല്ലാം നിങ്ങൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ ഉറ്റവർ എന്ന് നിങ്ങൾ നിഗളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കാൻ കൊതിക്കുക. ആ വാദത്തിൽ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ എത്രയും വേഗം മരിച്ചു ചെന്ന് പരലോകത്ത് സ്വർഗം നേടാനല്ലേ ശ്രമിക്കേണ്ടത്. വലാ യതമന്നൗനഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം വല്ലാഹു അലീമും ബിദ്ദാലിമീൻ. എന്നാൽ അവരുടെ ആ കയ്യിലിരിപ്പിൻ്റെ ഫലമായിട്ട് അവരൊരിക്കലും അതിന് കൊതിക്കുകയില്ല, മരിക്കാൻ ആഗ്രഹിക്കുകയില്ല. അതിനു മാത്രം പാപങ്ങളും അക്രമങ്ങളുമാണ് അവർ ചെയ്തു വച്ചിരിക്കുന്നത്. ആ അക്രമികളെക്കുറിച്ച് നന്നായി അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ഖുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദത്തി ഫയുനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ. അവരോട് പറയുക, നിങ്ങൾ ഓടി ഒളിക്കുന്നത് ഏതൊരു മരണത്തിൽ നിന്നാണോ അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. അനന്തരം ഒളിഞ്ഞതും തെളിഞ്ഞതുമായ സകല കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവൻ്റെ മുമ്പിൽ നിങ്ങൾ ഹാജരാക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അവനപ്പോൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ജൂതന്മാരെപ്പോലെ ദുനിയാവിനെയും ഇവിടുത്തെ ജീവിതത്തെയും അതിരുകവിഞ്ഞ് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും പരലോക ജീവിതത്തെയും അള്ളാഹുവിൻ്റെ വിചാരണയെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ മുസ്ലിങ്ങളിൽ ഉണ്ടാകാവതല്ല. ഒരു യഥാർത്ഥ മുസ്ലിം ഏത് നിമിഷവും ഈ ദുനിയാവിൽ നിന്ന് പരലോകത്തേക്ക് യാത്ര ചെയ്യാനായി ഒരുങ്ങിയിരിക്കുന്നവനായിരിക്കണം. ഇബാദത്തുകളിലും സൽക്കർമ്മങ്ങളിലും നിരതനായിരിക്കണം. തന്നിലർപ്പിതമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും കടമകളും കഴിയുന്നത്ര നിറവേറ്റി സുസജ്ജമായിരിക്കുകയാണ് വേണ്ടത്. ഈ ആയത്തുകളിലൂടെ അത്തരമൊരു ബോധവൽക്കരണവും സത്യവിശ്വാസികളുടെ മുമ്പാകെ സമർപ്പിക്കുന്നുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കുക. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.